ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മह्यं ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ शिवशाखान्वितं हे कृष्णा करुणा सिंधु दीनबंधो जगत्पति गोपेश गोपिका कांद राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी क्षभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे. गुरुवे गौरचंद्राय राधिकाय कृष्णाय कृष्ण भक्ताय तद्भक्ताय कृष्णत्वदीयपदपङ्कज पञ्जरान्धम् अद्वैव मे विशतु मानस राजहंस प्राणप्रयाणसमये एकभवादपि ते कण्ठावरोधनविधौ स्मरणं कुतस्ते. ഹരേ കൃഷ്ണ ഹരിം സത് സത്. നമ്മളിന്ന് വായിക്കുന്നത് മുകുന്ദമാല സ്തോത്ര 39ാമത്തെ ശ്ലോകം അല്ലേ മാതാജി? അതെ അതെ. त्यजन्तु बान्धवः सर्वे निन्दन्तु गुरवे जनाः तथापि परमानन्दो गोविन्दो मम जीवनम्. त्यजन्तु बान्धवः सर्वे निन्दन्तु गुरवो जनाः तथापि परमानन्दो गोविन्दो मम जीवनम्. हरे कृष्ण माताजी. हरे कृष्ण. त्यजन्तु बान्धवा सर्वे निदन्तु गुरवो जना तथापि परमानन्दो गोविन्दो मम जीवनम्. हरे कृष्ण माताजी. हरे कृष्ण. त्यजन्तु बान्धवा सर्वे निन्दन्तु गुरवो जना तथापि परमानन्दो गोविन्दो मम जीवनम्. हरे कृष्ण. हरि मंगला माताजी. हरे कृष्ण. नमो वासुदेवाय. त्यजन्तु बान्धवः सर्वे निन्दन्तु गुरवो जना तथापि परमानन्दो गोविन्दो मम जीवनम्. हरे कृष्ण. शरण्य माताजी. हरे कृष्ण. त्यजन्तु बान्धवा सर्वे निन्दन्तु गुरवो जना तथापि परमानन्दो गोविन्दो मम जीवनम्. हरि बोल. स्मिता माताजी. हरे कृष्ण. त्यजन्तु बान्धवा सर्वे निन्दन्तु गुरवो जनाः तथापि परमानन्दो गोविन्दो मम जीवनम्. हरे कृष्ण. हरे कृष्ण. कविरूप माताजी श्लोकं वाയിക്കാമോ? 39 കവിത. മ്യൂട്ടാണ് 39 അല്ലേ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ അതെ. त्यजन्तु बान्धवा सर्वे निन्दन्तु गुरवो जनाः तथापि परमानन्दो गोविन्दो मम जीवनम्. ഇപ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തില് സ്മിത മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ബന്ധുക്കൾ എന്നെ ഉപേക്ഷിക്കുകയോ മുതിർന്നവർ എന്നെ നിന്ദിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, എങ്കിലും പരമാനന്ദനായ ഗോവിന്ദനാണ് എന്റെ ജീവിതം. Let my relatives all abandon me and my superiors condemn me, still the supremely blissful Govinda remains my life and soul. എന്താണ് കുലശേഖർ ആൾവാർ ഇവിടെ അപേക്ഷിക്കുന്നത്?
എന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ബന്ധുജനങ്ങളെ എന്നെ താഴ്ന്നോട്ടെ, എന്നെ വിട്ടുപോയിക്കോട്ടെ, എൻ്റെ സുപ്പീരിയേഴ്സ് ഓക്കെ അവരെന്നെ ആക്ഷേപിച്ചോട്ടെ, കണ്ടം ചെയ്തോട്ടെ, സ്റ്റിൽ ദ സുപ്രീംലി ബ്ലിസ്ഫുൾ ഗോവിന്ദ റിമെയിൻസ് മൈ ലൈഫ്. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, അതായത് സുപ്രീംലി ബ്ലിസ്ഫുൾ, ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്ന ആ ഗോവിന്ദൻ, ഗോവിന്ദ. എന്താണ് ഗോവിന്ദ എന്ന് ഉള്ള പ്രത്യേകിച്ചിട്ട് ഈ പേര് കൊണ്ട് ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യാനുള്ള കാരണം എന്താണ്? കുലശേഖർ ആൾവാർ ഭഗവാനെ ഇവിടെ സംബോധന ചെയ്ത് ഗോവിന്ദ എന്നുള്ള പേര് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഗോവിന്ദ എന്നുള്ള പേരിന് ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം? എന്തുകൊണ്ട് കേശവ എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് മുകുന്ദ എന്ന് പറഞ്ഞില്ല? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നതല്ലേ? അല്ല, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നത്. യെസ്, എല്ലാ ഇന്ദ്രിയങ്ങളും ഗോവിന്ദ. ഗോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരും ഗോവിന്ദ. ഓക്കെ, ഗോവിന്ദ ഗോപികമാർക്ക്, ഗോപന്മാർക്ക്, ഗോവർദ്ധന്, പശുക്കൾക്ക്, എല്ലാവർക്കും ആനന്ദം തരുന്നതാണ്. അങ്ങനെയാണ് ഗോവിന്ദ എന്നൊരു പേര് തന്നെ. അപ്പോൾ ആ ഭഗവാൻ, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരുന്ന ആ ഭഗവാനെ ഞാൻ ഒരിക്കലും വിടില്ല. എൻ്റെ ലൈഫ് ആൻഡ് സോളാണ് ഗോവിന്ദൻ. ആര് എന്ത് തന്നെ പറഞ്ഞാലും ശരി, ബന്ധുക്കൾ വിട്ടുപോയിക്കോട്ടെ, മറ്റുള്ളവരെന്നെ ആക്ഷേപിച്ചോട്ടെ, ഗുരുജനങ്ങൾ, പക്ഷെ ഭഗവാനെ വിട്ടുള്ള കളിയില്ല. ശുക്രാചാര്യര് ബലിമഹാരാജാണ് സൂക്ഷിച്ചോ, അതായത് ഒരു പ്രോമിസും കൊടുക്കണ്ട, അഥവാ നീ പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കേണ്ട വ്യവസ്ഥയുണ്ട്. അതായത് മറുപാർട്ടി ചതിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിയാണ്ട് പ്രതിജ്ഞ ചെയ്താണ്, ഐ ക്യാൻ റിട്രീവ് ഇറ്റ് ബാക്ക്, കോൾ ബാക്ക്. ആ പ്രതിജ്ഞ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ശുക്രാചാര്യൻ പറഞ്ഞു ആരോട്? ബലി മഹാരാജാവിനോട്. ചതിക്കാനാണ് വന്നിരിക്കുന്നത്, വിഷ്ണുവാണ്, ഒരിക്കലും അത് കൊടുക്കരുത്, സമ്മതിച്ചു കൊടുക്കരുത്. ആ പ്രതിജ്ഞ പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്താണ് അദ്ദേഹം അവിടെ ചെയ്തത്? ബലി മഹാരാജാവ് ആര് തന്നെ, തന്റെ ഗുരുജനങ്ങളും എന്നെ പഴി പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ബന്ധുജനങ്ങളും എന്നെ കൈവിട്ടോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ ലൈഫ് ആൻഡ് സോൾ ആരാണ്? ഭഗവാൻ. ഭഗവാനാണ് എൻ്റെ എല്ലാം. ഈ തത്വം മനസ്സിലാക്കിയ ഒരാളും താൽക്കാലികമായിട്ട്, അതായത് താൽക്കാലികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ വിട്ട് കളിക്കില്ല. ഭഗവാൻ തരുന്ന സുഖം സർവകാലത്തിനാണ്, ഇത് താൽക്കാലികമായിട്ടാണ്. മറ്റത് ഭഗവാൻ എപ്പോഴും എറ്റേണലി നമുക്ക് ആനന്ദം പകരുന്ന. അപ്പൊ നമുക്ക് എപ്പോഴും ആനന്ദം തരുന്ന ആ വ്യക്തിയെ വിടുവോ, തൽക്കാലമായിട്ട് ആനന്ദം തരുന്ന ആ വ്യക്തിയെ പിടിക്കുമോ? എന്താണ് നമ്മൾ ചെയ്യുക? എപ്പോഴും ആനന്ദം തരുന്ന ഭഗവാനെ ശരണം പ്രാപിക്കും. അതല്ലേ വേണ്ടത്. അപ്പൊ നമ്മുടെ ലൈഫ് ആൻഡ് സോളിൽ എറ്റേണൽ ആയിട്ട് നമുക്ക് ആനന്ദം പകരുന്ന ആ ഭഗവാനെ കൂട്ടിച്ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്താണ്? താൽക്കാലികമായിട്ട് നമുക്ക് ആ ആനന്ദം കിട്ടുന്ന ആ സാധനങ്ങൾ മുറുക്കി പിടിക്കുന്നു. അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ ജീവൻ പോയ പോലെ, അല്ലേ? നമ്മുടെ ജീവൻ പോയ പോലെ. താൽക്കാലികമായിട്ട് നമുക്ക് ആ സുഖം തരുന്ന എന്തെങ്കിലും വസ്തുക്കളോ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അഭാവം നമ്മളെ വല്ലാണ്ട് ദുഃഖിപ്പിക്കുന്നു. പക്ഷെ ഭഗവാൻ ഒരു നേരം നമ്മള് ഒരു ആരതി അല്ലെങ്കിൽ ഒരു ഭോഗ ഓഫറിങ്, അത് കുഴപ്പമില്ല. ഭഗവാൻ നമ്മളെ അറിയാം, ഭഗവാന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയാം. ആ ഭഗവാന് നമ്മൾ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ നമ്മുടെ കാണിച്ചാൽ പത്നിയുണ്ട്, അതായത് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനമ്മയുണ്ട്, വയസ്സായിട്ട് ആൾക്കാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, ആ കടപ്പാടുകളുണ്ട്, ഈ കടമയുണ്ട്,
എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമ്മൾ മാറ്റി നിർത്തുന്നു. ഏതൊരു വ്യക്തിയാണോ നമുക്ക് ശാശ്വതമായിട്ടുള്ള ആനന്ദം തരുന്നത്, ആ വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുന്നു. എന്നിട്ട് താത്കാലികമായിട്ട് സുഖം തരുന്ന അവരെ നമ്മൾ പരിചരിക്കുന്നു. അവരെ പരിചരിക്കേണ്ട എന്നല്ല പറയുന്നത്. നമ്മളുടെ പ്രൈമറി ഡ്യൂട്ടി മറന്നിട്ട് നമ്മൾ സെക്കൻഡറി ഡ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പ്രൈമറി ഡ്യൂട്ടി നമ്മൾ നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി ഡ്യൂട്ടി ഈവൻ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് ഓട്ടോമാറ്റിക്കലി വേണ്ട വിധത്തിൽ നടക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഐ ആം ദ ഡൂവർ, ഐ ആം ദ എൻജോയർ, ഐ ആം ദ കൺട്രോളർ, ഐ ആം ദ മാസ്റ്റർ, ഐ ആം ദ പ്രൊപ്പറേറ്റർ. ഈ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിത് ചെയ്തില്ലെങ്കിൽ ഇത് വേറെ ആരും ചെയ്യാനില്ല. ചിലപ്പോൾ ഞാൻ ഇല്ലെങ്കിലായിരിക്കും അതവിടെ നന്നായി നടക്കുക. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പൊ എന്റെ വിചാരം, ഞാൻ വീട്ടിലില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരവിടെ സുഖിക്കണ്ടാവും. ഞാൻ ഇല്ലാത്തത് നന്നായി, അവിടെ ഭഗവാന്റെ കൃപ കൊണ്ട് നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ എല്ലാവരും തെറ്റിദ്ധാരണ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പ്രകൃതേ ക്രിയമാനാനി ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യത്തെ. കർത്ത, ഇത് ഞാനാണ് ചെയ്യുന്നത്. ആ ഒരു അഹംഭാവം എല്ലാവർക്കും ഉണ്ട്. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഓഫീസിൽ ഞാൻ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അയ്യോ എന്താ പ്രശ്നമാണ്? ഒരു പ്രശ്നമില്ല, എല്ലാം വേണ്ട വിധത്തിൽ നടക്കും. നമ്മളുടെ തെറ്റിദ്ധാരണ ഞാനതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം നയിക്കുന്നത് ഞാനാണ് ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ്സ്, ഭഗവാന്റെ ആ ഒരു സാങ്ഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് നമ്മൾ മറന്നു പോവാണ്. അപ്പൊ നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി ആരുടെ സഹായമാണത്? ഭഗവാന്റെ. ആ ഭഗവാന്റെ സഹായം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പൊ ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ, അതിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം താനേ വന്നു ചേരും. അപ്പൊ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അതാണ് ഇവിടെ കുലശേഖര ആൾക്കാർ പറയുന്നത്. ആരെന്ത് തന്നെ പറഞ്ഞാലും ശരി, എന്നെ കണ്ടം ചെയ്തോട്ടെ, എനിക്ക് എല്ലാവരും എന്നെ വിട്ടുപോകട്ടെ, പക്ഷെ ഭഗവാനെ വിട്ടിട്ടുള്ള കളിയില്ല. ഏതൊരു പരിസ്ഥിതിയിലും എത്ര തന്നെ എനിക്ക് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാലും ശരി, ഭഗവാന്റെ നാമം ഞാൻ വിടില്ല, ഭഗവാനെ ഞാൻ വിടില്ല. നമ്മൾ എൻജോയർ ആണ് അല്ലെ? നമ്മൾ ആസ്വദിക്കുന്നു. സുപ്രീം എൻജോയർ ആരാണ്? കൃഷ്ണ. നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഭഗവാനാണ്. നമ്മള് കുറച്ച് 1% എൻജോയ് ചെയ്യുമെങ്കിൽ ഭഗവാൻ 100% എൻജോയ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ആക്ച്വലി സംഗതി നമ്മൾ ഭഗവാനെ കാണുന്നില്ല, ഭഗവാൻ നമ്മളെ കാണുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിമാർ പറഞ്ഞത്, പെർഫോം ആക്ടിവിറ്റീസ് ഇൻ സച്ച് എ വേ ദാറ്റ് ലോർഡ് വാണ്ട്സ് ടു സീ യു. നമ്മൾ പോയെന്നോ അമ്പലത്തിൽ പോയി നല്ല ദർശനം കിട്ടിയിട്ടോ, 2 മിനിറ്റൊക്കെ അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റി, നന്നായിട്ട് ദർശനം കിട്ടി. പക്ഷെ ഭഗവാൻ നമ്മളെ കണ്ടു, അത് നോക്കുന്നില്ല. ഭഗവാൻ ചിലപ്പോൾ നോക്കിയത് ദൂരമുള്ള ഏതെങ്കിലും ഭക്തനായിരിക്കും. നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കും. നേരെ മറിച്ച് ഒരു ഭക്തൻ അവിടെ മുമ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കട്ടെ, എനിക്ക് ഭഗവാന്റെ ആ ഒരു കൃപ കടാക്ഷം ഉണ്ടാവുന്നുണ്ട്. അതിൽ ദൂരെ നിന്നാലും ഭഗവാൻ. ചൈതന്യ മഹാപ്രഭു എവിടെ നിന്നിട്ടാണ് ഭഗവാനെ കണ്ടിരുന്നത്? സിംഹദ്വാരത്തിലെ ഗരുഡസ്തംഭത്തിന്റെ അല്ലെ? എന്തുകൊണ്ടാണ് അവിടെ നിൽക്കാൻ കാരണം? എന്തുകൊണ്ട് വേറെ എവിടെ നിന്നില്ല? എന്താണ് ചൈതന്യ മഹാപ്രഭു ഗരുഡസ്തംഭത്തിന്റെ അവിടെ നിന്ന് കാണുന്നത്? എന്താണ് അതിന്റെ റെലവൻസ്, എന്താണ് സിഗ്നിഫിക്കൻസ്, എന്താണ്? ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞതാണോ? കുറച്ച് മറ്റുള്ളവർക്ക് കൃപ കൊടുക്കട്ടെ എന്ന്. എന്താ? മറ്റുള്ളവർക്ക് കൃപ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. സ്മിത മാതാജി, ഭഗവാൻ നമ്മളെ കാണുമല്ലോ പ്രഭു, അതിനു വേണ്ടിയിട്ടാണോ? പിന്നെ ഒരു വയസ്സായ സ്ത്രീ അവിടെ നിന്ന് എത്തിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഒരു സ്റ്റോറി പ്രഭു? അതായത് ഭഗവാനെ കാണാനുള്ള ആ ഒരു വ്യഗ്രത, ആ ഒരു ഇന്റൻസിറ്റി
ഭഗവാനെ കാണാനുള്ള ആഗ്രഹം, ഇന്റൻസ് ഡിസയർ. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവാണ് അടുത്ത് നിൽക്കുന്നത്, അതുകൂടി മറന്നു. അദ്ദേഹത്തിന്റെ തോളിൽ കാല് വെച്ചിട്ടാണ്. അപ്പൊ ഉടനെ ഇറക്കാൻ ശ്രമിച്ചപ്പോ വേണ്ട വേണ്ട എന്നോട്ടെ കണ്ടോട്ടെ ശ്രമിച്ചു. അപ്പൊ ഞാൻ ഇത് പറയുന്നത് ചൈതന്യ മഹാപ്രഭു ഗരുഡ സ്തംഭത്തിന്റെ അവിടെ നിന്ന് നോക്കാൻ കാരണം ഭഗവാനെ ഗസ് ഗരുഡൻ തന്റെ ഭക്തനാണ്. തീർച്ചയായിട്ടും ഭഗവാൻ ഗരുഡനെ നോക്കും, ദർശിക്കും. ആ സമയത്ത് എന്നെയും കാണുമല്ലോ. ആ സമയത്ത് എന്നെയും കാണും. കാരണം ഗരുഡസ്തംഭത്തിന് നേരെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്നാ മതി, ഭഗവാൻ ഗരുഡനെ കാണും. എന്തായാലും തന്റെ ഡിവോട്ടിയാണ് അല്ലെ. ഹനുമാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമ ഭഗവാൻ ഹനുമാനെ നോക്കും. അപ്പൊ ഹനുമാന്റെ ഡേറ്റിയുടെ ഹനുമാന്റെ സ്റ്റാച്ചുവിന്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ആ സമയത്ത് കാണും. അതാണ് ഗരുഡസ്തംഭത്തിന്റെ അവിടെ നിന്നിട്ട് നോക്കാനുള്ള കാരണം. നമ്മൾ അങ്ങനെ ഇരിക്കണം. നമ്മൾ തിക്കി തിരക്കി എങ്ങനെയെങ്കിലും പോയി ഞാൻ നല്ല ദർശനം എടുത്തു, എനിക്ക് നല്ല ദർശനം. പക്ഷെ ഭഗവാൻ നമ്മളെ കണ്ടോ? ഇല്ല. ഭഗവാൻ കാണും എപ്പോ? ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ, ഭഗവാനെ പ്രീതിപ്പെടുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ ഭഗവാനെ നമ്മൾ നോക്കും. അല്ലാതെ നമ്മള് വെറും ഒരു ബിസിനസ് ഡീലിംഗ് ആണെങ്കിൽ ഭഗവാൻ കാര്യമായിട്ട് ചെയ്യില്ല. അപ്പൊ സുപ്രീം എൻജോയർ ഭഗവാനാണ്. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത് നമ്മളെ കാണുമ്പോൾ ഭഗവാനാണ്. നമ്മൾ വളരെ കുറച്ചാണ് എൻജോയ് ചെയ്തുള്ളൂ. കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്നത് പറഞ്ഞാൽ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അതുകൊണ്ടാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ ഈസ് എ സുപ്രീം എൻജോയർ. ഭഗവാന്റെ ഭക്തന്മാരെ, ഭഗവാന്റെ പാർട്സിനെ കാണുമ്പോൾ ഭഗവാന് കിട്ടുന്ന ആനന്ദം നമ്മളെക്കാളും എത്രയോ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഭഗവാന് ആനന്ദം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ ഒന്നുമില്ല. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നു. ഭഗവാനെ, അതായത് നമ്മളുടെ മക്കളെ, ഒരു ചെറിയ കുട്ടിയെ നമുക്ക്, അതായത് നമ്മളുടെ ആ ഒരു ഇതുകൊണ്ട് കർത്തവ്യം നിറവേറ്റുമ്പോൾ ആ കുട്ടി സന്തോഷിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് എത്രയായിരിക്കും അല്ലേ? നമ്മുടെ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമ്മളുടെ സന്തോഷം അതിനും എത്രയോ കൂടുതലായിരിക്കും. അപ്പൊ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, ഡീലിങ്സ് എന്ന് പറഞ്ഞാൽ, ഭക്തന്മാര് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഏത് എക്സ്റ്റെന്റ് പോകും. അപ്പൊ അത് കാണുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അതിനേക്കാളും കൂടുതൽ ഭക്തന്മാർക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹി വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ. അപ്പൊ ഭക്തന്മാര് ഇനിയും കൂടുതൽ ഭഗവാനെ സേവ ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ ഭഗവാൻ കൂടുതൽ ഭക്തന്മാരെ, അങ്ങനെയാണ്. അപ്പൊ ഒരു കോമ്പറ്റീഷൻ, ട്രാൻസെൻഡന്റൽ കോമ്പറ്റീഷൻ ഉള്ളതാണ്. അതാണ് മറ്റേ അഭക്തന്മാർക്ക് ഒറ്റ കാര്യമുള്ളൂ. അഭക്തന്മാർ പറഞ്ഞാൽ ഭക്തിയുണ്ട് ആവശ്യത്തിന് വേണ്ടി, അതായത് തന്റെ കാര്യസാധനത്തിലുള്ള ഭക്തി. അതുകൊണ്ടാണ് അഭക്തന്മാർ പറയുന്നത്. ആക്ച്വലി ഭഗവാന്റെ അടുത്ത് പോകുന്നുണ്ട് 4 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. 4 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ചതുർവിധ ഭജന്തേ മാം. എന്താണ്? അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി അല്ലേ പ്രഭു? അവരാണ് 4 വിധത്തിലുള്ള ഭക്തന്മാരെ ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്, ഭഗവാന്റെ അടുത്ത് പോകാൻ. ബാക്കി 4 വിധത്തിലുള്ള ആൾക്കാർ പോവില്ല. അവർ അഭക്തന്മാരാണ്. എന്താണ് അവര് 4 പേര് ആരാണ്? ദുഷ്കൃതിനോ മൂഢ നരാധമ നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായ പ്രകൃതജ്ഞാനം ആസുരം ഭാവമാശം. ഈ 4 തരത്തിലുള്ള അവർക്ക് ഭഗവാൻ വിശ്വാസമില്ല. പക്ഷേ വിശ്വാസമുള്ള ഈ 4 കാറ്റഗറിയിലുള്ള ആൾക്കാർ പോകുമ്പോൾ അവരെന്തിനാണ്? അവരുടെ ആഗ്രഹങ്ങൾ സഹായിക്കുന്നത്. പക്ഷെ ഒരു ശുദ്ധഭക്തന്മാരല്ല. അപ്പൊ ശുദ്ധഭക്തന്മാരുടെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഭഗവാന് കിട്ടുന്ന ആനന്ദം, അവരുടെ ആ ഒരു റെസിപ്രോക്കൽ ഡീലിങ് ടോട്ടലി വേറെയാണ്. മറ്റത് ബിസിനസ്സാണ്. 4 തരത്തിലുള്ള ആൾക്കാർ എന്താണ്? അവരുടെ ആഗ്രഹം സഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോകുന്നു. മറ്റത് ശുദ്ധഭക്തന്മാരെ എന്താണ്? അവർക്ക് ഒരൊറ്റ വിചാരമുള്ളൂ, എങ്ങനെയെങ്കിലും ഭഗവാന് സന്തോഷം കൊടുക്കണം. ഈസ് ദ സുപ്രീം എൻജോയർ, അതറിയാം. അപ്പൊ ഭഗവാൻ അത് കാണുമ്പോൾ ഭഗവാൻ കൂടുതൽ തന്റെ ഭക്തന്മാർക്ക് ആനന്ദം പകരാൻ ശ്രമിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ ഭക്തന്മാർ കൂടുതൽ. അങ്ങനെ ഒരു
ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. പ്യുവർ ഡിവോട്ടീസും ഭക്തൻ. ഇവിടെ കുലശേഖർ ആൾവാർ ആ തലത്തിലുള്ള ഡിവോട്ടിയാണ്. അതുകൊണ്ടാണ് എനിക്കൊന്നും വേണ്ട, എനിക്ക് ബന്ധുജനങ്ങളും വേണ്ട, എനിക്ക് പണം വേണ്ട, എനിക്ക് ലാഭ, പൂജ, പ്രതിഷ്ഠ അതൊന്നും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ലൈഫ് ആൻഡ് സോൾ പറഞ്ഞാൽ ആ സുപ്രീംലി ബ്ലിസ്ഫുൾ ഗോവിന്ദ അദ്ദേഹത്തിനെ വേണ്ടത്. സുപ്രീംലി ബ്ലിസ്ഫുൾ. മറ്റതൊക്കെ ടെമ്പററി ആണ്, ഇത് മാത്രമേ ശാശ്വതമായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ലെറ്റ് മൈ relatives all abandon me and my superiors condemn me, still the supremely blissful Govinda remains my life and soul. എന്റെ ജീവനും എന്റെ ആത്മാവും ഗോവിന്ദനാണ്. So ordinary people condemn the Lord's devotees as ignorant fools, but the truly learned never do so. സാധാരണ ആൾക്കാർ പറയുന്നു ഇവർക്ക് എന്താ തലയ്ക്ക് അസുഖമാണ്, കാരണം എപ്പോഴും നാമം ജപിക്കുന്നു, എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുന്നു, എപ്പോഴും ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നു, അല്ലെങ്കിൽ ആരതി ചെയ്യുന്നു. ഇങ്ങനെ ഇവര് സമയം വില പിടിച്ച ആ മനുഷ്യ ജീവിതം പാഴാക്കുകയാണെന്ന് പറയും അല്ലെ? ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഭക്തന് മാത്രമേ അറിയുള്ളൂ അതിന്റെ വില എന്താണെന്ന്. ഭഗവാനുമായിട്ടുള്ള ആ ഡീലിങ്സിൽ, ഭഗവാനുമായിട്ടുള്ള സമ്പർക്കത്തിൽ കിട്ടുന്ന ആനന്ദം വേറെ ഒന്നിനും കിട്ടുന്നില്ല. അപ്പൊ അവര് വിചാരിക്കും ഇവര് അബ്നോർമൽ ആണെന്ന്. ആര്? ഭക്തന്മാര്. ഭക്തന്മാർക്ക് അറിയാം ആരാണ് അബ്നോർമല്, ആരാണ് നോർമൽ എന്ന് വളരെ നന്നായിട്ട് അറിയാം. So, but the truly learned never do so. ശരിക്ക് ജ്ഞാനമുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ ഭക്തന്മാരെ പറ്റിയിട്ട് തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല, പറയൂല. As Prahlad Maharaj states, one who has dedicated his life to Krishna through the 9 methods of bhakti should be understood to be the most learned person, for he has acquired complete knowledge. Bhagavatam 7.5.24. പ്രഹ്ലാദ് മഹാരാജന്റെ ടീച്ചിങ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് ഏതാണ് ഒരു ജ്ഞാനി, ഒരു നല്ലൊരു ഭക്തൻ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ നവവിധ ഭക്തിയിലൂടെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് അതിന് അക്വയർഡ് കംപ്ലീറ്റ് നോളജ്, പൂർണ്ണ ജ്ഞാനമുള്ള ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. എന്താണ് നവവിധ ഭക്തി? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഏതെങ്കിലും ഒരു ലിംബ് അതിൽ നമ്മൾ എക്സ്പെർട്ട് ആയി ഏതെങ്കിലും ഒന്നും ചെയ്താൽ മതി. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അംബരീഷ് മഹാരാജ് എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു, ഓക്കെ. പക്ഷെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയില്ല. ഒരു വൺ ഓഫ് ദ ലിംസ് ഓഫ് ദിസ് 9 ഡിവോഷണൽ സർവീസസ്, അതിന് നമ്മൾ എക്സ്പേർട്ട് ആയി. അപ്പൊ എസ്പെഷ്യലി കലികാലത്തില് നമുക്ക് രൂപ ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് 64 ഐറ്റംസ് ഓഫ് ഡിവോഷണൽ സർവീസ് ഉണ്ട് അല്ലെ? 64 ഐറ്റംസ് ഓഫ് ഡിവോഷണൽ സർവീസിൽ പ്രധാനപ്പെട്ട 5 ലിംസ്, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് 5 ലിംസ്? ആരെങ്കിലും പറയാൻ പറ്റുമോ? അറുപത്തിനാല് ഐറ്റംസ് ഓഫ് ഡിവോഷണൽ സർവീസില് രൂപ ഗോസ്വാമി നെക്ടർ ഓഫ് ഡിവോഷനിൽ നമുക്ക് പറയുന്ന 5 പൊട്ടന്റ് ഐറ്റംസ് വിച്ച് വി ഷുഡ് ഫോളോ. മധുരാവാസം, യെസ് പറയൂ. ഭാഗവതം, ആദ്യം എന്താണ്? ഫസ്റ്റ് എന്താണ്? സാധുസംഘ, സാധുസംഘ, നാമകീർത്തൻ, സങ്കീർത്തനം, ഭാഗവത, ശ്രീമൂർത്തി വിഗ്രഹ സേവയ, ദാമാസ്. ഓക്കെ. അപ്പൊ ഈ 5 ഏറ്റവും പ്രധാനപ്പെട്ട അംഗം ഏതാ? സാധുസംഘ. സാധുസംഘ, യെസ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നാമസങ്കീർത്തനം, നാമകീർത്തനം അല്ലെ? പക്ഷെ മാതാജി പറഞ്ഞ പോലെ സാധുസംഘ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? സാധുസംഘം. സാധുസംഘം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി താനെ വരും. അത് ഓട്ടോമാറ്റിക് വരും.
ഈ അഞ്ചെണ്ണത്തില് പ്രധാനപ്പെട്ട ഐറ്റംസ് കീർത്തനാണ്, നാമകീർത്തനാണ്. കാരണം കലികാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാമകീർത്തനം, നാമപ്രഭു, ഭഗവാന്റെ നാമം ഭഗവാന് തമ്മിൽ യാതൊരു ഭഗവാൻ നാമപ്രഭുവായിട്ടാണ് കലികാലത്തിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? സാധുസംഘം. അതുകൊണ്ട് സാധുസംഘയ്ക്ക് ആദ്യം പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഈ 5 ഐറ്റത്തിൽ. സാധുസംഘം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാമകീർത്തനം ചെയ്യും, ശ്രീമൂർത്തി സേവ ചെയ്യും, ഭാഗവത പാരായണം ചെയ്യും. അപ്പൊ അതാണ് 5 പൊട്ടന്റ് ഐറ്റംസ്. നമ്മൾ സാധുസംഘയിൽ തുടങ്ങുന്നു. സാധു എന്ന് പറഞ്ഞാൽ സെയിലി പേഴ്സണാലിറ്റീസ്, ഡിവോട്ടീസ്, അവരുടെ സംഘം ഉണ്ടെങ്കിൽ നമ്മുടെ സിഗരറ്റ് വലിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ കൂടുകയാണെങ്കിൽ, നമ്മുടെ സംഘത്തിൽ ഇപ്പൊ ഞാൻ കൂടുകയാണെങ്കിൽ, ഞാൻ എന്താണ് പതുക്കെ പതുക്കെ ആ ഒരു സ്വഭാവം എന്നിലും വന്ന് ചെയ്തു, ഞാനും സിഗരറ്റ് വലിക്കാൻ തുടങ്ങും. അല്ലെ, ഒരു ഇരുമ്പിന്റെ കഷ്ണം തീയില് കുറെ നേരം ഇട്ട് കഴിഞ്ഞാൽ ഇരുമ്പിന് തീയിന്റെ ക്വാളിറ്റി കിട്ടും, അഗ്നിന്റെ ക്വാളിറ്റി കിട്ടും, ഇല്ലേ? അതേപോലെ സാധാരണ വ്യക്തി സത്സംഗിൽ പോയാൽ പതുക്കെ പതുക്കെ ഡിവോട്ടീസിന്റെ ക്വാളിറ്റീസ് കിട്ടും. അപ്പൊ നമ്മൾ ചാൻഡ് ചെയ്യാൻ തുടങ്ങും. ചാൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം പാരായണം, പിന്നെ നമ്മൾ ഡേറ്റ്, പിന്നെ നമ്മൾ പിൽഗ്രിമേജ്, ധാമാസനം. അപ്പൊ ഇതുകൊണ്ടാണ് ഈ 5 ഐറ്റംസ് വളരെ പൊട്ടന്റ് ഐറ്റംസ് ആണ് പറയുന്നത് കലികാലത്ത്. അപ്പൊ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ സാധുസംഘ ഇസ് ദ മെയിൻ. അതിൽ മാതാജി പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. നമ്മൾ എത്ര തന്നെ പക്ക ഡിവോട്ട് ചെയ്യാനും ശരി, കുറച്ചു കാലം ഈ സാധുസംഘത്തിൽ നിന്ന് വിട്ടു നോക്കൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പതുക്കെ പതുക്കെ നമ്മുടെ പ്രാക്ടീസ് ഡിറ്റീറിയേറ്റ് ചെയ്യും. നമ്മൾ പതുക്കെ പതുക്കെ ഈ ഇതെല്ലാം പ്രാക്ടീസസ് എല്ലാം നിർത്താൻ തുടങ്ങും. എങ്ങനെ ആ അഗ്നിയിലുള്ള ആ ഇരുമ്പ് കഷ്ണം പുറത്തു വന്നു, അത് പതുക്കെ പതുക്കെ അതിന്റെ ചൂട് മാറി തണുപ്പായിരിക്കും. അതേപോലെ നമ്മൾ പ്രഭാത എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വടി അത് നമുക്ക് ഇതത്ര പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. ഒന്നത് നേരെ മറിച്ച് ബഞ്ച് ഓഫ് സ്റ്റിക്സ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? ഒരു 10-100 സ്റ്റിക്കിന്റെ ബണ്ടിലാണ്, അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് വളരെ എളുപ്പമാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങളുടെ എല്ലാവരും കൂടി, നമുക്ക് 100-200 ആൾക്കാരുണ്ട്, നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് 10-200 സ്റ്റിക്സ് ആണ്, അതിനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അതേപോലെയാണ് സാധുസംഘം. അപ്പൊ നമ്മളെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു എനിമി ക്യാമ്പിൽ പോവാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ശത്രുപക്ഷത്ത് ഒരു 8-10 hefty സ്റ്റൗട്ട് ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് നേരിടാൻ പറ്റുമോ? അവരെ നേരിടാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഞാൻ ഒരാളേ ഉള്ളൂ. നേരെ മറിച്ച് എൻ്റെ സൈഡിലും ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ വരും, നോക്കാം, നമുക്കൊരു കൈ നോക്കാം. കാരണം വെച്ചാൽ എനിക്ക് അവിടെ ബലമായി. അതാണ് സാധുസംഘം. ആ സാധുസംഘം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ എന്ന് പിന്നെ നമ്മൾക്ക് പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. ഏത് സമയത്താണ് നമുക്ക് സാധുസംഘം ഇല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഏത് തലത്തിലാണ് പറയും? നമ്മൾ അത്രയും ഉയർന്ന തലത്തിലെത്തുമ്പോ. ആ ഉയർന്ന നില ഏതാണ്? ശുദ്ധ ഭക്തി എന്നൊക്കെ പറഞ്ഞ. അതിനെന്താ പറയാ? പ്രേമ സ്റ്റേജ്. ഉത്തമാധികാരി. എന്താ പ്രഭു? ഉത്തമാധികാരി. ഉത്തമാധികാരി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്ക്. ഇപ്പൊ പ്രഭുപാദ എല്ലാം വിട്ടിട്ട് അമേരിക്കയിൽ പോയി, ഒരാളുണ്ടായിരുന്നില്ല. പ്രഭുപാദ ഒറ്റയ്ക്കാണ്. പ്രഭുപാദ ഹിപ്പികളുടെ കൂടെ താമസിച്ചിരുന്നത്. പക്ഷെ പ്രഭുപാദ ഹിപ്പികളിൽ ഒരാളായില്ല. കാരണം എന്താണ്? അദ്ദേഹം ശുദ്ധഭക്തനാണ്, ഉത്തമ അധികാരിയാണ്. നേരെ മറിച്ച് നമ്മളുടെ ഏതെങ്കിലും ഒരാൾ അവിടെ പോവാണെങ്കിൽ പതുക്കെ നമ്മളൊരു ഹിപ്പി ആയിട്ട് മാറും. കാരണം നമ്മളെ ആ സ്റ്റേജിലല്ല. പ്രഭുപാദ എന്ത് ചെയ്തു? അവരെ ട്രാൻസ്ഫോം ചെയ്തു. ഹിപ്പികളെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ശുദ്ധഭക്തന്മാരാക്കി, ആചാര്യന്മാരാക്കി.
അതാണ് പ്രഭുപാദരുടെ പവർ. ശുദ്ധ ഭക്തി. ഉത്തമ അധികാരി. ഉത്തമ അധികാരി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പ്രീച്ചിങ് പറ്റില്ല. അവർക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? എന്തുകൊണ്ട് ഉത്തമാധികാരിക്ക് പ്രീച്ചിങ് ബുദ്ധിമുട്ടാണ്? അവർ ഉത്തമാധികാരി എല്ലാവരെയും കൃഷ്ണ ഭഗവാന് തുല്യായിട്ട് കാണും, എല്ലാ ജീവജാലങ്ങളിലും. അതുകൊണ്ട് എന്താ പ്രശ്നം? എല്ലാവരിലും നന്മ കണ്ടിട്ടാണോ പ്രഭു? ഓക്കെ, മാതാജി പറയുന്നത് ഏകദേശം ശരിയാണ്. പക്ഷെ അതിന്റെ കാരണം പറയണ്ടേ? എന്തുകൊണ്ട് അവർക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ല? പ്രീച്ചിങ് അവർക്ക് ഇത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെ ഒരു സ്റ്റെപ്പ് താഴെ വരും. എവിടെ? മധ്യമ അധികാരി ലെവലിൽ വന്നിട്ട് അവർ പ്രീച്ച് ചെയ്യുള്ളൂ. അവർ ഉത്തമാധികാരിയാണ്. പക്ഷെ പ്രീച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ഡൗൺ ടു മധ്യമ ലെവൽ. കാരണം എന്താ? കാരണം അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. പ്രീച്ചിങ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല. അവര് നന്മ മാത്രമേ കാണൂ. മാതാജി പറഞ്ഞ പോലെ നന്മ മാത്രമേ കാണുള്ളൂ, മറ്റതെല്ലാം തള്ളിക്കളയും. ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്നും അവർ കാണില്ല. അതെല്ലാം അവര് സപ്രസ് ചെയ്യും. മറ്റേ നന്മയെ അവർ മാഗ്നിഫൈ ചെയ്യും. ഒരാൾക്കൊരു നന്മ, ചില ആൾക്കാര് ഒരു സ്വഭാവമുണ്ട്. അതായത് എന്തെങ്കിലും ഈ പ്രഭു 64 മാല ചെയ്യും കേട്ടോ, 10 മാലയും കൂടി ശരിക്കും ചെയ്യുന്നുണ്ടാവില്ല. അത് മാഗ്നിഫൈ ചെയ്ത് പറയുന്ന ഒരു സ്വഭാവമാണ് ചില ആൾക്കാർ. കണ്ടിട്ടുണ്ടോ? 10 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തല്ലോ, 1.5 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. മാഗ്നിഫൈ ചെയ്യും. ചില ആൾക്കാരുടെ സ്വഭാവമാണ്. അപ്പൊ അതിനെ മാഗ്നിഫൈ ചെയ്യും. അതായത് പ്യുവർ ഡിവോട്ടീസ്, അതാണ് അവരുടെ ക്വാളിറ്റി. അത് നല്ല പോസിറ്റീവ് വേയിലാണ് ഞാൻ പറയുന്നത്, തെറ്റായിട്ടുള്ള വേയിലല്ല, പോസിറ്റീവ് വേ. അപ്പൊ അവർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കരുത്. ഇവിടെ പ്രീച്ചിങ്, എസ്പെഷ്യലി കലിയുഗത്തില്, എസ്പെഷ്യലി ഭൗതിക ലോകത്തില് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. അവരുടെ കോൺഷ്യസ്നെസ് ലെവലും അവരുടെ മെന്റാലിറ്റിയും ആറ്റിറ്റ്യൂഡും ഒക്കെ അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരേ സിലബസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദേ ഹാവ് ടു കം ഡൗൺ. എന്നിട്ട് ആർക്ക്, അതുകൊണ്ടാണ് പറയുന്നത് ടു ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ അബൌട്ട് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ് ഈസ് ആൻ ഒഫൻസ്. അപ്പൊ അവരത് നോക്കില്ല. ഫെയ്ത്ത്ലെസ് ആണോ ഫെയ്ത്ത്ലെസ് അല്ലെന്ന് നോക്കില്ല. അത് പ്രീച്ചിങ്. എന്തുകൊണ്ടാണ് അതൊരു ഒഫൻസ് എന്ന് പറഞ്ഞ കാരണം? ടു ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ അബൌട്ട് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ് ഈസ് ആൻ ഒഫൻസ്. എന്തുകൊണ്ടാണ് ഒഫൻസ്? എന്തുകൊണ്ടാണ് അത് ഒഫൻസ്? 10 അപരാധങ്ങളിൽ ഒന്നാണത്. അതായത് ഒരു അവിശ്വാസിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഒഫൻസ് ആണ്. എന്തുകൊണ്ടാണ് ഒഫൻസ് ആയിട്ട് കാണുന്നത്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഭു, അവിശ്വാസിയെ ഉപദേശിക്കരുതെന്ന്. എന്തുകൊണ്ട് ഉപദേശിക്കരുത്? എന്തുകൊണ്ടാണ് അത് ഒഫൻസ് ആയിട്ട്? കാരണം എന്താ? നമ്മുടെ എനർജി പറയൂ. നമ്മുടെ ആ ടൈം വേസ്റ്റ് ആണ്. അവരുടെ അത്രയും ടൈം വേസ്റ്റ് കാരണം എന്താ? പിന്നെ നമ്മൾക്ക് കൂടി ആ ഒരു നെഗറ്റീവ് കിട്ടും. അതായത് അവർ ഏത് രീതിയിൽ അത് എടുക്കാന്ന് അറിയില്ല, അതൊന്ന്. പിന്നെ ഈ പറഞ്ഞു കൊടുക്കുമ്പോ ഭഗവാനെ അവര് താഴ്ത്തി കാണിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും ഉപരി വേറൊരു കാര്യമുണ്ട്. അത് മാതാജി പറഞ്ഞു, നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത് പക്ഷെ അതിനുപരി വേറൊരു കാര്യമാണ് ഇത്. അതായത് അവര് അപരാധം ചെയ്യും. നമ്മുടെ ഭഗവാന്റെ നാമം പറയാൻ ചെല്ലുമ്പോ, അതിനെ പുച്ഛിച്ച് ചെല്ലുമ്പോ അവർക്ക് അപരാധം, അവർക്ക് പാപം കിട്ടും. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും. അവര് നമ്മുടെ ഭഗവാനെ, നമ്മുടെ എന്താ പറയാ, നാമത്തിനെയൊക്കെ നിന്ദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ പുച്ഛിച്ച് തള്ളുമ്പോ, അതിനെ അവര് അപഹസിക്കുമ്പോ, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ അതിനും നമ്മുടെ കാരണം അവര് ഭഗവാന് വീണ്ടും പുറകോട്ട് പോകും.
നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോ നിങ്ങളുടെ എന്താ ഭഗവാന്റെ നാമം, ഇതൊക്കെ ആര് വിശ്വസിക്കുന്നു, ഇതൊക്കെ വെറും അങ്ങനെ പറയുമ്പോൾ അവര് പിന്നോക്കം പോകും. നമ്മൾ കാരണം അവര് ഏത് സ്റ്റേജിലായിരുന്നോ അതിനും താഴെ വീഴുമ്പോൾ അതൊരു ഒഫൻസാണ്. അതും കൂടി നോക്കണം. നമ്മൾ നമ്മുടെ സൈഡ് മാത്രം നോക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ കാരണം ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറയുന്നത്, ഇഫ് വി കനോട്ട് മേക്സ് ലിറ്റിൽ പ്രോഗ്രസ് ഇൻ അവർ ഡീലിംഗ് വിത്ത് അതേഴ്സ്, ബെറ്റർ കീപ് ക്വയറ്റ്. സ്പിരിച്വലി അവരെ ഏത് തലത്തിലാണോ ആ തലത്തിൽ നിന്ന് കുറച്ചെങ്കിലും മുമ്പിലോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സ്റ്റേജിൽ നിന്നിട്ടും താഴെ പോവാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രീച്ചിങ് കൊണ്ട് അവർ ഉള്ള സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ അതൊരു അപരാധമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു അപരാധം കൂടിയാണ്. അപ്പൊ അതാണ് ഇതിന് നോട്ട് ടു ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ. രണ്ട് തരത്തിലും രണ്ടുപേർക്കും അത് നല്ലതല്ല. പ്രീച്ച് ചെയ്യുന്ന ആൾക്കും നല്ലതല്ല, ആരോണം പ്രീച്ച് ചെയ്യുന്ന അവർക്കും നല്ലതല്ല. അവരുടെ പുരോഗതി അധോഗതിയായിട്ട് മാറുകയാണ്. അത് കാരണം നമുക്കും അത് പാപമാണ്. അതുകൊണ്ട് അത് ഒഫൻസാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ ക്രക്സ്. അതാണ് കാരണം. അപ്പൊ നമ്മുടെ കാരണം ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എക്സ് പേഴ്സൺ എനിക്ക് 4 മാല ചെയ്യുന്നു ഡെയിലി, ഭഗവാന്റെ വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ പ്രീച്ചിങ് കൊണ്ട് അയാൾ ടോട്ടലി കൺഫ്യൂസ് ആയി, ഞാൻ എന്തെല്ലാം തെറ്റി പറഞ്ഞു കൊടുത്തു. ആ 4 മാലയിൽ നിന്ന് അയാൾ 2 മാലയെ പോയാൽ ഞാൻ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ? ചീത്ത. അയാള് കുറച്ചും കൂടെ ഡൗൺ ആയി. അപ്പൊ അത് അദ്ദേഹത്തിനെ ബാധിച്ചു, അത് എന്നെയും ബാധിച്ചു. കാരണം ഞാൻ കാരണമാണ്. അതാണ് നമ്മള് എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? എന്തായാലും വാട്ട് വാസ് ദ സബ്ജക്ട്? ഉത്തമാധികാരിന്ന് വന്നത്. അപ്പോ ഉത്തമാധികാരിയിലുള്ള ആ ഭക്തൻ മധ്യമാധികാരി. ഉത്തമാധികാരി വൈകുണ്ഠത്തിലെ ഗോലോകത്തിലെ അദ്ദേഹത്തിന്റെ ഒരു കാല് ഭൗതിക ലോകത്തിലാണ്, ഒരു കാല് അവിടെ എവിടെ ആധ്യാത്മിക ലോകത്തിൽ, ഒരു കാല് ഭൗതിക ലോകത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. മധ്യമാധികാരിയുടെ ഒരു കാല് ഭൗതിക ലോകത്തിനും ഒരു കാല് ആധ്യാത്മിക ലോകത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. കനിഷ്ഠാധികാരി 2 കാലം ഭൗതിക ലോകത്തിലാണ്. ഉത്തമാധികാരി അവിടുത്തെയാണ്, പക്ഷെ അതിനെ ഒരു കാല് താഴേക്ക് ഇറക്കി വെച്ചിരിക്കുക. മധ്യമാധികാരി ഈ ഭൗതിക ലോകത്തിലാണ്, ഒരു കാല് മോളിലേക്ക് കയറ്റി വെച്ചിരിക്കുക. ഹി ഈസ് ഗോയിങ് ദർ ടു ദാറ്റ് പൊസിഷൻ. കനിഷ്ഠാധികാരി 2 കാലം ഇവിടെയാണ്. ഈസ് അദ്ദേഹം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അപ്പൊ ഈസ് ദ സുപ്രീം എൻജോയർ. ആ ഭഗവാന് എൻജോയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുവഴി നമുക്ക് എൻജോയ്മെന്റ് കിട്ടുന്നു. അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എൻ്റെ ആത്മാവും എൻ്റെ ജീവനും എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ കുലശേഖര ആൾവാർ പറയുന്നത്. നമ്മൾ എടുത്തിട്ട് വായിച്ചു. Bhagavatam 7.5.24. But in the Kali Yuga, out of ignorance, people mock the saintly devotees and praise demonic leaders in government, entertainment, and sports. ഇത് കലിയുഗത്തിന്റെ വൈഭവമാണ്. സാധാരണ സെയിൻലി പേഴ്സണാലിറ്റി, സാധുജനങ്ങളെ അവര് വിമർശിക്കും, മറ്റുള്ളവരെ വലിയ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും ചെയ്യും. ദിസ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കലിയുഗ. കലിയുഗത്തിന്റെ വൈഭവമാണ്. Taking courage from the examples of saints like King Kulashekara and others, the devotee should not be ashamed when ordinary people disrespect them. നമ്മുടെ ഭക്തന്മാര് സാധാരണ ആൾക്കാർക്ക് നമ്മളോട് ആദരവ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. It is going to happen. It is ought to happen. ഇത് കലികാലമാണ്. ഇങ്ങനത്തെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. They should be very concerned, however, that the Vaishnavas and the Supreme Lord are pleased with their behavior. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട
ക്രൈറ്റീരിയ. വൈഷ്ണവാസ് ആൻഡ് സുപ്രീം ലോർഡ്, അതായത് ഡിവോട്ടീസും ഭഗവാനും പ്രീതിപ്പെടണം. അതായിരിക്കണം അവർ നമ്മുടെ വിത്ത് ദയർ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം കൊണ്ടും ഡീലിങ്സ് കൊണ്ടും ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരെയും പ്രീതിപ്പെടുത്താനുണ്ട്. ഓക്കെ, even the sage Narada was condemned for his devotional activities. Daksha cursed him because he taught renunciation to Dakshasins. നമുക്കറിയാം ദക്ഷന്റെ 1000 കുട്ടികളെ ബ്രഹ്മചാരികളാക്കി. അതുകൊണ്ട് ഇവൻ നാരദ മഹർഷിയെ ദക്ഷൻ വിമർശിച്ചു, ശപിക്കും കൂടി ചെയ്തു. എന്താണ് ശാപം ഉണ്ടായിരുന്നത്? ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ പറ്റാതിരിക്കട്ടെ എന്നല്ലേ പ്രഭു? ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ നാരദൻ നന്നായി എല്ലാ സ്ഥലത്തും കറങ്ങി നടക്കാം. ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും എല്ലാവരെയും ഭക്തിയും പഠിപ്പിച്ചുകൊണ്ട് ഭക്തന്മാരുടെ ഇടയിലും ഭഗവാന്റെ അടുത്തും ഒക്കെ പോയിട്ട് സുഖമായിട്ട്. അപ്പൊ ആ ഒരു ശാപം നല്ലതായി തീർന്നു. നാരദ remained tolerant, however, and continued traveling and preaching. The aim of Narada and the devotees who follow his example is not to disrupt people's lives, but if their work is misunderstood, they must not abandon their duty, but must continue their mission on behalf of the Lord. നാരദന്റെ ഉദ്ദേശം, ലക്ഷ്യം നല്ലതാണ്. എല്ലാവരെയും ഡിവോട്ടി ആക്കുക, എല്ലാവരെയും തിരിച്ച് ഭഗവാന്റെ ധാമിലേക്ക് പറഞ്ഞേക്കുക, അല്ലാണ്ട് വേറൊന്നുമല്ല. നല്ല ഉദ്ദേശത്തോടുകൂടിയാണ്. പക്ഷെ അത് മനുഷ്യര് മനസ്സിലാക്കുന്നില്ല, അത്രേ ഉള്ളൂ. So because Narada Muni and the members of his disciple section disrupt friendships and family life, they are sometimes accused of being Sauhrida Ghna, creators of enemy between relatives. അതായത് ഭഗവാന്റെ ഭൗതിക ജീവിതം നയിക്കുന്ന ആ ഒരു വലയത്തിൽ നിന്ന് എടുത്തിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നാരദ മഹർഷി ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യും, കാണിച്ചു അല്ലേ? നല്ല വ്യക്തിയായിരുന്നു, എല്ലാം വിട്ടിട്ട് ഇപ്പോ ഹരേ കൃഷ്ണ മാത്രം ജപിച്ചിരിക്കുന്നു. അപ്പൊ ഹരേ കൃഷ്ണ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്ന ആരാണോ ആ വ്യക്തിയെ ഇത് ഇഷ്ടമില്ലാത്ത അവരുടെ റിലേറ്റീവ്സ്, ഏത് വ്യക്തി മുഖേനയാണോ ഹരേ കൃഷ്ണയിലേക്ക് വന്നത് അവരെ കണ്ടം ചെയ്യും, അവരെ ബ്ലാസ്ഫേം ചെയ്യും, അവരെ ചീത്ത പറയും. നല്ലൊരു ഗൃഹസ്ഥ ലൈഫായിരുന്നു. അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ എന്താ, ഇപ്പൊ നാമജപം എപ്പോഴും 24 മണിക്കൂറും അമ്പലത്തിലാണ്, സേവയാണ്, അതൊന്നും പറഞ്ഞിട്ട് അവിടെ പോവാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ ആരത്താണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെയും കുറ്റം പറയും. അതാണ് അവിടെ പറയുന്നത്. സംടൈംസ് അക്യൂസ്ഡ് ഓഫ് ബീങ് സൗർധഗ്ന, അതായത് ക്രിയേറ്റേഴ്സ് ഓഫ് എനിമിറ്റി ബിറ്റ്വീൻ, അതായത് തന്റെ കുടുംബത്തിലെ ശത്രുത ഉണ്ടാക്കിയത് ഈ ആളാണ്. ഈ ആള് ത്രൂ ആണ് ഒരു ഡിവോട്ടി ആയത്, ഇതെല്ലാം വിട്ടുപോയത്. മുമ്പേ എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പൊ ഒന്നിനും സിനിമയും കാണണ്ട, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ട, ഒക്കെ പാർട്ടിക്കും പോകണ്ട, കല്യാണത്തിനും പോകണ്ട. ഇപ്പൊ വെറും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ. ഇത് മാത്രം മതി. ഇതൊക്കെ അദ്ദേഹം കാണണം, അല്ലെങ്കിൽ ആ മാതാജി കാരണം, ആ പ്രഭു കാരണം. ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് കേൾക്കാൻ കിട്ടും. ആക്ച്വലി such devotees are friends of every living entity. അങ്ങനത്തെ ആൾക്കാരെ ആരാണോ നമ്മുടെ വഴികാട്ടി, നമുക്ക് വഴികാട്ടി തരുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്സ് ആണ്. അവർ എനിമീസ് അല്ല. അവരെന്താണ് പറയുന്നത്? സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്ത് ബന്ധം. സുഹൃത്ത് പറഞ്ഞാൽ വെൽവിഷർ, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഹൃദ്, സുഹൃദ് അല്ലെ. മറ്റതൊക്കെ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും ഒക്കെ നാവിന്റെ തുമ്പത്താണ്. ഈസ് മൈ ഫ്രണ്ട്, ഈസ് മൈ റിലേറ്റീവ്, ഈസ് മൈ ദിസ്, ഈസ് മൈ ദാറ്റ്. അത് ഇവിടുന്ന് വരുന്ന, ലിപ്സ് നിന്ന് വരുന്നതാണ്. മറ്റത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഏതാണ്?
ശരിക്കുള്ളത് ഹൃദയത്തിലുണ്ട്. ഇസ് എ വെൽ വിഷർ. പ്രഭുപാദ സൈൻ ചെയ്യുമ്പോഴും ലെറ്റർ സൈൻ ചെയ്യുമ്പോൾ യു ആർ എവർ യു ആർ എവർ ബെസ്റ്റ് വെൽ വിഷർ സംതിങ് അങ്ങനെയാണ്. അപ്പൊ ആ വെൽവിഷിംഗ് ഫ്രണ്ട്സ് പറഞ്ഞ വളരെ ദുർലഭമായിരുന്നു. എല്ലാവരും ഫ്രണ്ട്സ് ആവുന്നത് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തായിട്ട്. ഭൗതിക ലോകത്തിൽ പ്രധാനമായിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഐ എക്സ്പെക്ട് സംതിങ് ഫ്രം ദ അതർ പേഴ്സൺ, അവർ ഈ എക്സ്പെക്ട് സംതിങ് ഫ്രം മീ. ദാറ്റ്സ് വൈ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്കിങ്ങും ആ ഫ്രണ്ട്ഷിപ്പും ഒക്കെ എന്താണ് ഗിവ് ആൻഡ് ടേക്ക്, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വെൽവിഷിംഗ് ഫ്രണ്ട്സ് അങ്ങനെയല്ല, വെൽവിഷർ അങ്ങനെയല്ല. അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല, എങ്ങനെയെങ്കിലും അവർക്ക് നല്ലത് വന്ന് ഭവിക്കട്ടെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഈവൻ നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും ശരി, അവര് എങ്ങനെയെങ്കിലും നല്ലത് വന്ന് ഭവിക്കുന്നതാണ് വെൽവിഷിംഗ് ഫ്രണ്ട്. അതാണ് സുഹൃതം സർവഭൂതാന. ഭഗവാൻ പറയുന്ന ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്മാം ശാന്തിരിച്ചത്. ഭഗവാനാണ് ഒരേ ഒരു വ്യക്തിയുള്ളൂ. എല്ലാ നമ്മൾ സുഹൃത്തായിരിക്കാം, മനുഷ്യരുടെ മാത്രം, മൃഗങ്ങളുടെ ആയിരിക്കില്ല. പക്ഷെ ഭഗവാനല്ല, ഭഗവാൻ എല്ലാവരും കാണിച്ച ഭഗവാന്റെ മക്കളാണ് എല്ലാവരും. അത് വ്യത്യസ്തമായിട്ടുള്ള ശരീരം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, മനുഷ്യരായിരിക്കാം, ദേവി ദേവതമായിരിക്കാം, അല്ലെങ്കിൽ വൃക്ഷങ്ങളായിരിക്കാം, കൃമി കീടങ്ങളായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള ശരീരം അവർ ധരിച്ചു. അതുകൊണ്ട് അവരെ ഞാൻ വിടുന്നു പറയുന്നില്ല. എല്ലാം ഭഗവാന്റെ കുട്ടികളാണ്. അവരുടെ കർമ്മഫലം അനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായിട്ട് ശരീരം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ മക്കളാവാതിരിക്കുന്നില്ല. അപ്പൊ എല്ലാവരുടെയും സുഹൃത്താണ് ഭഗവാൻ. നമ്മളും സുഹൃത്തുക്കളായിരിക്കാം, ആ തലത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാവരെയാണ് ആ തലത്തിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കുറച്ച് ആൾക്കാരെ വെൽവിഷിംഗ് ഫ്രണ്ട്സ് ആയിരിക്കാം. അതും നോട്ട് 100% ഭഗവാനെ പോലെ ആവാൻ പറ്റില്ല. അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല ഭഗവാൻ. നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കും. ഇയാളോട് ഇത്ര അടുത്താൽ മതി, അയാളോട് അത്ര അടുക്കരുത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് സുഹൃതം സർവഭൂതാനം. ബട്ട് ദേ ആർ മിസ്അണ്ടർസ്റ്റുഡ് ടു ബി എനിമീസ്. അതെ, അത് നല്ലത് ചെയ്യുന്ന, നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ശത്രുക്കളായിട്ട് കാണുന്നു. നല്ല വഴിയിലേക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്ന ആ ആൾക്കാരെയാണ് നമ്മൾ എത്ര നല്ല കുടുംബജീവിതം നയിച്ചിരുന്നതാണ്. ഇപ്പൊ അതിന് ആസക്തിയില്ല, അല്ലെങ്കിൽ അവർക്ക് ആസക്തിയില്ല. ഇപ്പൊ കൂടുതൽ എന്താണ് ഡിവോഷണൽ ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിട്ട് അവര് ആൾക്കാരെ ആ തരത്തിൽ കാണാൻ തുടങ്ങും. Preaching can be a difficult, thankless task, but a preacher must follow the orders of the Supreme Lord and be unafraid of materialistic persons. അത് ശരിയാണ്. Preaching is a thankless task. കാരണം എപ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിലും കൂടിയിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും നമ്മളെ വിമർശിക്കാനും നമ്മുടെ ശത്രുക്കളായിട്ട്, അതായത് പ്രീച്ചേഴ്സിന്റെ കാര്യം എല്ലാവരും ശത്രുക്കളായിട്ട് കാണാനും കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മുടെ നല്ല വശം അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നും അവർ നോക്കില്ല. സോ ഇറ്റ്സ് എ താങ്ക്ലെസ് ടാസ്ക്. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമ്മൾ അങ്ങനത്തെ ആ ഒരു പരിസ്ഥിതിയിലാണെങ്കിലും നമ്മൾ അതിൽ നിന്നും വകവയ്ക്കാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. നമ്മളുടെ ദൗത്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ നമ്മളുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതിനെ പേടിക്കാൻ പാടില്ല. ഭാഗവതം 6.5.39 purport. Conclusion: a devotee should remain happy executing his duty and not develop a persecution complex. അപ്പൊ ഏതൊരു പരിസ്ഥിതിയിലും ഒരു ഡിവോട്ടി, ഒരു പ്രീച്ചർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് അതിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. The sentiment King Kulashekara expresses here is echoed by Madhavendra Puri in one of his verses. ഇതേ സെന്റിമെന്റ് മാധവേന്ദ്ര പുരി അദ്ദേഹത്തിന്റെ കൃതികളിൽ അത് എക്കോ ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? Let the sharp moralist accuse me of being illusioned. I do not mind. സാധാരണ ആ മോറലിസ്റ്റ്, ആ മോറൽ സൈഡ് മാത്രം നോക്കുന്ന ആൾക്കാർ, ഭക്തന്മാരല്ല, മൊറാലിറ്റി നോക്കുന്ന ആൾക്കാർ എന്നെ പഴിച്ചോട്ടെ,
ഞാൻ അന്ധകാരത്തിലാണ്, ഞാൻ മായ ലോകത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോട്ടെ, നോ പ്രോബ്ലം, ഐ ഡു നോട്ട് മൈൻഡ്. ഞാൻ അതിനെ വകവയ്ക്കുകയില്ല. എക്സ്പേർട്സ് ഇൻ വേദിക് ആക്ടിവിറ്റീസ് മേ സ്ലാൻഡർ മീ ആസ് ബീങ് മിസ്ലെഡ്. ഈവൻ വേദിക് കാര്യങ്ങളിലെ എക്സ്പേർട്ട് ആയ ആൾക്കാരും എന്നെ പറ്റി പറയും. കാരണം ഞാൻ സെന്റിമെന്റലിസ്റ്റ് ആണ്. എപ്പോഴും മഹാപ്രഭുവിനെ പറ്റി, ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട് പ്രകാശാനന്ദ സരസ്വതി ആൻഡ് ഡിസൈപ്പിൾസ് പറഞ്ഞതാണ്. ചൈതന്യ മഹാപ്രഭു വാരണാസിയിൽ ഇവരെ കാണുന്ന സമയത്ത് ഒരു 24 വയസ്സായിട്ടുള്ള സന്യാസിയാണ്. എല്ലാവരുടെയും സ്ലിപ്പേഴ്സ് പാതുക വെച്ച സമയത്ത് അവിടെ ഇരുന്നിട്ട് ജപിക്കായിരുന്നു, നാമം ജപിക്കായിരുന്നു. അപ്പോൾ അവിടെ യു ആർ എ യങ് സന്യാസി, being a sannyasi, it is your duty to study Vedas and Upanishads and scriptures, not sentimentally chant Hare Krishna Mahamudra. It's not correct. അപ്പൊ അവരെ സെന്റിമെന്റലിസ്റ്റ് ആയിട്ട് കാണും നാമം ജപിക്കുന്നവരെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഈവൻ എക്സ്പേർട്സ് ഇൻ വേദിക് ആക്ടിവിറ്റീസ് മെസ് റാൻഡർ മീ ആസ് ബീങ് മിസ്ലെഡ്. നമ്മളെല്ലാം മിസ് ഡയറക്റ്റ് ആണ്, മിസ്ലെഡ് ആണെന്ന് അവർ പറയും. എക്സ്പേർട്ടാണ്. കാരണം അവരെന്താണ് വിചാരിക്കുന്നത്? ഉപനിഷത്ത് വായിക്കണം, വേദങ്ങൾ പഠിക്കണം, ഇതാണ് ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ കാര്യം. അല്ലാണ്ട് സെന്റിമെന്റൽ ആയിട്ട് ഈ നാമം ജപിച്ച് നടക്കലല്ല എന്നാണ് അവർ പറയുക. അപ്പൊ അവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, മിസ്ലെഡ് അല്ലേ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് മേ കോൾ മീ ഫ്രസ്ട്രേറ്റഡ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധുജനങ്ങളെല്ലാം പറയും അവൻ എന്തൊക്കെ നിരാശകളുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്തൊക്കെ നിരാശകളുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ വിട്ടിട്ട് ഇപ്പോ ജപം മാത്രമായിട്ട് അത് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിൽ സൊളൈസ് കാണാണ്. അപ്പൊ അവര് നമ്മുടെ ഫ്രസ്ട്രേഷൻ കാരണമാണ് ഇതൊക്കെ ഇതൊന്ന് വിട്ടുപോയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. അവർ നമ്മളെ കുറ്റപ്പെടുത്തും. മൈ ബ്രദേഴ്സ് മൈ കോൾ മീ എ ഫൂൾ. ഒരു വിഡ്ഢിയായിട്ട് എന്നെ കാണുമായിരിക്കാം. ദ വെൽതി മെമോണിസ് മേ പോയിന്റ് മീ ഔട്ട് ഓഫ് മാഡ് ആൻഡ് ദ ലേണഡ് ഫിലോസഫേഴ്സ് may assert that I am much too proud. അപ്പോ ധനികര് അവര് പറയും അവന് ഭ്രാന്താണ്, തലയ്ക്ക് എന്തോ സ്ക്രൂ ലൂസ് ആയിട്ടുണ്ട്. ഫിലോസഫേഴ്സ്, സ്കോളേഴ്സ് അവര് പറയും ഭയങ്കര അഹങ്കാരമാണ്, അഹന്തയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. Still my mind does not budge an inch from the determination to serve the lotus feet of Govinda, though I am unable to do so. എന്താണ് കുലശേഖര പറയുന്നത്? എന്ത് തന്നെ കുറ്റം, എന്ത് തന്നെ വിമർശനം എനിക്ക് നേരിടേണ്ടി വന്നാലും ശരി, ആര് എന്നെ തഴഞ്ഞാലും ശരി, ഞാൻ ഒരു കാര്യത്തില് ഒരു ഡിറ്റർമിനേഷൻ എടുത്തിട്ടുണ്ട്, ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. എന്താണ്? ഐ വിൽ നോട്ട് ബഡ്ജ് ഈവൻ എൻ ഇഞ്ച്. ഒരു ഇഞ്ച് ഞാൻ അതിന് മാറില്ല. ഫ്രം ദ ഡിറ്റർമിനേഷൻ ടു സെർവ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ഗോവിന്ദ. ഗോവിന്ദന്റെ തൃപ്പാദങ്ങളെ സേവിക്കാനുള്ള ആ ഡിറ്റർമിനേഷൻ ഒന്ന് ഞാൻ ഒരു ഇഞ്ച് പിന്മാറില്ല. ദോ ഐ ആം അണേബിൾ ടു. എനിക്കത് ചെയ്യാനുള്ള ശേഷി, കഴിവില്ലെങ്കിലും കൂട്ടിയിട്ട് ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ്. സോ ദിസ് ഈസ് ഡിറ്റർമിനേഷൻ. ഇതാണ് ഒരു ഭക്തന്റെ ഡിറ്റർമിനേഷൻ. അപ്പൊ എന്ത് തന്നെ പ്രൊവോക്കേറ്റീവ് സിറ്റുവേഷൻ വന്നാലും ശരി, എന്ത് തന്നെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാലും ശരി, ഞാൻ ഭക്തിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. പക്വത വരാത്ത ഒരു ഭക്തൻ എന്തെങ്കിലും പ്രൊവോക്കേറ്റിംഗ് സിറ്റുവേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോൾ ഭക്തിയിൽ നിന്ന് പിന്മാറും. കാരണം നിഷ്ഠ സ്റ്റേജിൽ എത്തിയിട്ടില്ല, ഡിറ്റർമിനേഷൻ സ്റ്റേജിൽ എത്തിയിട്ടില്ല. അതാണ്. പക്ഷെ ഭക്തനാണെങ്കിൽ, ശുദ്ധഭക്തനാണെങ്കിൽ എന്ത് കോലാഹലം ഉണ്ടായാലും ശരി, എന്ത് സുനാമി വന്നാലും ശരി, ഞാൻ ഭക്തിയിൽ നിന്ന് പിന്മാറുന്നില്ല. അത് ദൃഢനിശ്ചയം. അതേപോലെയാണ് ഇവിടെ കുലശേഖരാവൻ. ഒരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാക്ടറിയില് ഒരു ഡിവോട്ടി നടത്തുന്ന ഫാക്ടറിയാണ്. ഡിവോട്ടി നടത്തുന്ന ഫാക്ടറിയിൽ എല്ലാവരും ഡിവോട്ടീസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്തോ വന്ന സമയത്ത് ഈ ഫാക്ടറി വിറ്റു. ഫാക്ടറി ആർക്കാ വിറ്റത്? ഒരു മുസ്ലിമിനാണ് വിറ്റത്. അപ്പോൾ ഫാക്ടറി ഈ പുതിയ ഓണർ വന്നപ്പോൾ, പുതിയ ഉടമസ്ഥൻ വന്നപ്പോൾ അദ്ദേഹം ഒരു റൂള് കൊടുത്തു.
നാളെ മുതൽക്ക് ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ. നിങ്ങൾക്ക് ജോലി ചെയ്യാം, പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ കണ്ടിമാല, തിലക്ക്, പഞ്ചകച്ച ഇതൊന്നും വൈഷ്ണവ ഡ്രസ്സിൽ വരാൻ പാടില്ല. സാധാരണ ഡ്രസ്സിൽ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഞാൻ ഇവിടെ വെക്കുള്ളൂ. അപ്പൊ അതില് എല്ലാവരും പേടിച്ച്, ജോലി പോകുന്ന പേടിച്ചിട്ട് എല്ലാവരും പിറ്റേ ദിവസം എന്ത് ചെയ്തു? തിലകില്ല, കണ്ടിമാല ഇല്ല, വൈഷ്ണവ ഡ്രസ് ഇല്ല വന്നു. ഒരു വ്യക്തി മാത്രം he did not budge. ഇല്ല, തിലക് ഉണ്ടായിരുന്നു, കണ്ടിമാല ഉണ്ടായിരുന്നു, വൈഷ്ണവ ഡ്രസ് ഉണ്ടായിരുന്നു. എല്ലാവരും വന്നപ്പോൾ എല്ലാവരും നോർമലാണ്, ഇയാൾ മാത്രം വൈഷ്ണവനായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നത്? ഞാൻ എന്റെ ധർമ്മം, എന്റെ ജീവൻ പോയാലും ഞാൻ വിടില്ല. നിങ്ങൾ ജോലി ചെയ്ത് കളഞ്ഞാലും ശരി, കളഞ്ഞാലും ശരി, ഞാൻ ഇത് തുടരും. അപ്പൊ അതുകൊണ്ടും ഇയാളെ മാത്രം ഞാൻ വെക്കുള്ളൂ, ബാക്കി എല്ലാവരും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുന്നു. ഇദ്ദേഹം മാത്രമാണ് എലിജിബിൾ ടു വർക്ക് ഇൻ മൈ കമ്പനി. അതാണ് അങ്ങനെ ഡിറ്റർമിനേഷൻ വേണം. അപ്പൊ അൺഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ അതിനെ കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് മാത്രം അവിടെ ജോലി പെർമനന്റ് ആയി, മറ്റുള്ളവരെ പോയി. നമ്മുടെ എന്താണ് സമയത്തിന് ഓന്തിന്റെ ഇത് കളർ മാറുന്നില്ലേ? ഓന്തിന്റെ ഒരു ഇതുണ്ടോ, കഴിവുണ്ട്, അതേപോലെ മാറണ്ട. നമ്മള് ഭഗവാനെ സേവിക്കുന്ന ഏത് പരിസ്ഥിതിയിലും ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഭഗവാനെ സേവിക്കും. ഹരിദാസ് ഠാക്കൂർ 22 മാർക്കറ്റ് പ്ലേസിലെ ചാട്ടവാറം കൊണ്ട് അടിച്ചു. ഹരിനാമം തന്റെ നാവിന്ന് നിർത്തിയില്ല, കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ. അതാണ് ഇവിടെ കുറെ പറഞ്ഞത്, ഐ വിൽ നോട്ട് ബഡ്ജ് an inch from the determination. So this is bhakti. This is, that determination, nishtha. അപ്പൊ ആ തലത്തിലേക്ക് നമ്മൾ വളരണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്ത കോടി വൈഷ്ണവിക്ക് ജയ. ശ്രീല പ്രഭുപാദ് ജയ. ഗുരുമാലയ ഹരി ഹരി ബോൾ. ഞാൻ ചെറിയൊരു ശ്ലോകമാണ്, ഞാൻ വിചാരിച്ചു എന്താ പറയാ